ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ വൈറലാണ് നമ്മുടെ നബീസുമ്മയുടെ റീലും ട്രിപ്പും മൊയിലാരുടെ വിമർശനവും. എനിക്ക് പറയാനുള്ളത് മൊയിലാക്കന്മാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അല്ല, റീല് ചെയ്യുന്നവരുടെ അതായത് മധ്യവയസ്സായ ആളുകൾ റീല് ചെയ്യുമ്പോൾ കുടുംബക്കാർ പറയുന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് ആളുകൾ ഇതുപോലെ റീല് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, റീൽസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്യാൻ മടിക്കണ കാര്യം എന്താണെന്ന് പറയും, മടിക്കണമല്ല, ചെയ്തിട്ട് പ്രൈവറ്റ് ആക്കി വെക്കുന്നവരുണ്ട്. ഇത് കാരണം ഒന്നിലെ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ വേറെ ക്ലാങ്ങൾ ഇവരൊക്കെ വിമർശിച്ചു. മക്കൾ വരെ ആൺമക്കൾ വാപ്പാനെ വരെ വിമർശിക്കുന്നത് എനിക്കറിയാം. എന്താണ് കാട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ മക്കളെ ഇപ്പം എൻ്റെ ഒരു പരിചയത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്താണ്. ആൾ ഇതേപോലെ റീൽ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലിട്ട് എന്നിട്ട് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ മോള് കണ്ടിട്ട്, മോള് കല്യാണം കഴിഞ്ഞാണ്, മോള് വിളിച്ചു പറഞ്ഞ് അച്ഛാ അത് ഡിലീറ്റ് ചെയ്യണം കേട്ടോ അതെന്ന് പറഞ്ഞു. അച്ഛാ അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ മോളല്ലേ പറഞ്ഞത്, ഞാൻ ചെയ്യും എന്നാൽ പറഞ്ഞ് മോളെ മൂപ്പരി അഞ്ച് വിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മരുമോൻ വിളിച്ച്, ഗൾഫിലാണ്, മരുമോൻ വിളിച്ച് പറഞ്ഞ അച്ഛാ അത് ക്യാൻസൽ ചെയ്യണോട്ടോ, നിർത്തണോട്ടോ. അച്ഛൻ വേണമെങ്കിൽ പാട്ട് എന്തെങ്കിലുമൊക്കെ പാടിക്കോ, റീൽസ് നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊരു റീൽസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അത് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. നാലാൾ കാണുമല്ലോ, നമ്മളെ ആൾക്കാർ എന്തെങ്കിലും ഇപ്പോൾ ഒരു 10 ആൾ കണ്ടുപോയി. ഇപ്പം ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് പിന്നെ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇപ്പോൾ ആരും എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതേപോലെ വിളിച്ചു പറയാൻ ആരൊന്നും പറയാനുമില്ല. ഇനി ആരെയും പറഞ്ഞാൽ തന്നെ പോയല്ലോ പണിയുടെ നോക്കട്ടെ, മറ്റുള്ള ബന്ധുക്കളെ നമുക്ക് നോക്കുന്നുണ്ട്. അതേ ബന്ധുക്കളിൽ ഇപ്പം തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ഇത് മക്കളും മരുമക്കളും ഒന്നും വിളിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ റീൽസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പോസ്റ്റ് ചെയ്യണേക്കുമ്പോൾ നോക്കും. അപ്പം നമ്മൾ ശരിയായി ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഉള്ളിൽ. മറ്റുള്ളവർക്ക് ചിലപ്പോൾ കോമാളിത്തരമായി തോന്നണത്. നമുക്കത് കറക്റ്റായി ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ധാരണ. അത് നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യണത്. ഇത് ചിലപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്ത് തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വീട്ടുകാർ ഇതുപോലുള്ള ചെയ്യുന്നവരെ വിലക്കാതിരിക്കുക. ഇപ്പോൾ എനിക്കെന്താ അറിയാതെ, നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സ്ഥലത്ത് പണിക്ക് വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പോലീസുകാരനാണ്. അന്ന് ടിക്ടോക്ക് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ പോസ്റ്റ് ചെയ്തിട്ടില്ല, പ്രൈവറ്റാക്കി വെച്ചേക്കാണ്. എന്നിട്ട് പറഞ്ഞു ഈ പണിക്ക് വന്നവനോട് പറയണേ, തൻ്റെയൊക്കെ ഭാഗ്യമാണ്, തനിക്കൊക്കെ എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. കാരണം അവൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ്, അവൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ആ സപ്പോർട്ടാണ്. അപ്പോൾ അതുപോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കാരണം. എനിക്കും ഇതേപോലെ ആ പോലീസുകാരനും ഇതേപോലെ ഇത് വീട്ടുകാർ നോക്കണം, അതുപോലെ തന്നെ ഓഫീസർമാർ എന്താ കാണുമെന്നുള്ളൊരു ചിന്തയാണ്. ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ തടസ്സപ്പെടുത്താതിരിക്കുക. ആരെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷം കണ്ടെത്തിക്കോട്ടെ. എല്ലാ ആൾക്കാരും നാട്ടിലുള്ള കുറച്ച് ആൾക്കാരാണ് പറയുള്ളൂ. എന്തെന്നാണ് ഈ കാട്ടണത്? ഞാൻ പറയുന്നത് നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് നോക്കുക, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, ഇഷ്ടമില്ലാത്ത കാണാതിരിക്കാൻ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഈ മതനേതാക്കന്മാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നിന്ന് സൂക്ഷിച്ച് പറയുക. കാരണം എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും എന്നൊക്കെ വായന്ന് കിട്ടാൻ കാത്തേക്കാണ് ഇട്ടലക്കാൻ. അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നത് കുറച്ചും കൂടി വിവേകം നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ബൈ.